നമസ്കാരം. എൻ്റെ പേര് SH അനീസ് എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സുവർണ സ്റ്റോഴ്സ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ തെന്മല എന്ന് പറയുന്ന പ്രദേശത്താണ് താമസവും. എൻ്റെ ബിസിനസ് എൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ മേഖലയിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ ഈ നാട്ടിലേക്കുള്ള ഓട്ടത്തിന് വേണ്ടി ഞങ്ങൾ ആദ്യം ഒരു വാഹനം സെലക്ട് ചെയ്തത് നമ്മുടെ അശോക് ലൈലൻഡിൻ്റെ ദോസ്ത് വാഹനമാണ്. ആ വണ്ടിയുടെ പെർഫോമൻസും അത് ഞങ്ങളുടെ 2 ലക്ഷം കിലോമീറ്റർ ഓടുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വാഹനം നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ ഒരു വലിയ വാഹനം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് സാധനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുകയും ഞങ്ങൾ ഈ നിരത്തിൽ ഓടുന്ന പല വാഹനങ്ങളെ കമ്പയർ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അശോക് ലൈലൻഡുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അവരുടെ iGen 6 BS6 വാഹനമായ ബോസ് 1415 ആ വാഹനം ഞങ്ങൾ സെലക്ട് ചെയ്യുകയും ആ വാഹനം ഞങ്ങൾക്ക് പറഞ്ഞ സമയത്ത് തന്നെ കമ്പനി തരികയും ചെയ്തു. ആ വാഹനത്തിൻ്റെ പെർഫോമൻസും ഫ്യൂവൽ എഫിഷ്യൻസി എല്ലാം നല്ല നിലവാരം പുലർത്തുന്നതാണ്. ആ വണ്ടിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ ആ വണ്ടിയുടെ സർവീസിങ് മേഖലയിലുള്ള TVSഉം നല്ല ഉന്നത നിലവാരം പുലർത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വാഹനം ഇവിടുന്ന് ഞങ്ങൾ വാഹനം 5000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞങ്ങൾ വൺ സൈഡ് കാലിയായിട്ടാണ് വെല്ലൂരാണ് പോകുന്നത്. അവിടെ വെല്ലൂർ പോയി ലോഡ് എടുത്ത് തിരിച്ച് വരുമ്പം 1350 കിലോമീറ്റർ വൺ സൈഡ് ഓടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി AC ഇട്ടാണ് MDയിൽ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ഫ്യൂവൽ 7.5 വരെ കിട്ടുന്നുണ്ട്. തിരികെ ഞങ്ങൾ 10 ടൺ ലോഡും കയറ്റിയാണ് തിരികെ വരുന്നത്. ആ തിരികെ വരുന്ന സമയത്ത് 6.8 മൈലേജ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ AdBlue എന്ന് പറയുന്നത് ഒരു 100 ലിറ്റർ ഡീസൽ അടിക്കുമ്പം 2.3 ആ ഒരു ആവറേജ് നിരക്കിലാണ് അതിന് ആ ചിലവുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല മികച്ച നിലവാരം പുലർത്തുന്ന ഒരു വാഹനമാണ് ബോസ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഞാൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. ഡ്രൈവ് ചെയ്യുന്നതിൽ വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ വാഹനം. അതുപോലെ ഇതിൻ്റെ യൂറോപ്യൻ ഡിസൈൻ ക്യാബിനാണ്. അപ്പോൾ ആ ക്യാബിൻ നല്ല ഭംഗിയുള്ളൊരു ക്യാബിനാണ്. അതിൻ്റെ ഇൻറ്റീരിയൽ നല്ല സ്റ്റൈലിഷാണ്. പിന്നെ പവർ സ്റ്റിയറിംഗ് മറ്റ് സംവിധാനങ്ങളെല്ലാം നല്ല നിലവാരം പുലർത്തുന്നതാണ്. ഞാൻ ഈ വാഹനം എടുത്തത് കൊല്ലം TVS നിന്നാണ്. അപ്പോൾ ആ വണ്ടി ഡെലിവറി തൊട്ട് ആ വണ്ടിയുടെ നിലവിലുള്ള സർവീസ് വരെ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത് വിഷയത്തിനും നമ്മൾ എപ്പോഴും വിളിച്ചാലും നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കുന്ന ഒരു സർവീസിങ് മേഖലയാണ് അവരുടേത്. അതുകൊണ്ട് അതിനകത്ത് വളരെ സംതൃപ്തനാണ് ഞാൻ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് ഈ വാഹനത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അശോക് ലൈലൻഡിൻ്റെ ഈ 1415 ആ ബോസ് എന്ന് പറഞ്ഞ വാഹനം നല്ല വാഹനമാണെന്നുള്ള അഭിപ്രായം ഞാൻ അവരുടെ അടുത്ത് പറയും. എനിക്കും ഇനി ഒരു വാഹനം വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഇനി ഞാൻ വാങ്ങുന്നത് ഈ വാഹനം തന്നെ ആയിരിക്കും. എൻ്റെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരുടെ ധൈര്യപൂർവ്വം ഈ വാഹനം വാങ്ങാൻ ഞാൻ അവരുടെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ പേര് അജ്മൽ ഷാനീസ് എന്നാണ്. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ തന്നെ ബിസിനസ് നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടിയുടെ കൂടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഒരു 3-4 ട്രിപ്പ് ഞങ്ങളിപ്പോൾ എടുത്തായിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് കംഫർട്ട് തോന്നിയിട്ടുണ്ട് വണ്ടിയെ പറ്റി. ഒരു സൈഡ് തന്നെ ഒരു 700 കിലോമീറ്റർ അടുപ്പിച്ച് കിലോമീറ്റർ കാണും. അപ്പോൾ പോകുമ്പോൾ വണ്ടിയുടെ എല്ലാ രീതിയിലുള്ള പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചൊരു 10 ടണ്ണിന് മുകളിലോട്ട് ലോഡ് കയറ്റിയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ തമിഴ്നാട് വഴിയുള്ള യാത്ര ആയതുകൊണ്ട് കുറച്ചും കൂടെ കംഫർട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ട്രിപ്പും. അപ്പോൾ AC ഇട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുള്ളത്. തിരിച്ചു വരുന്നത് നമ്മുടെ കോട്ടവാസൽ വഴിയാണ്.
ഇപ്പോൾ കോട്ടവാസൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹെയർ പിൻ വളവ് എല്ലാം കയറി വരുന്നതാണ്. ഒരു 150 bhp പവറും 450 Nm ടോർക്ക് ഉള്ളത് കൊണ്ട് വളരെ അനായാസമായിട്ട് കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ടി. ഞങ്ങൾ ലോഡ് എടുത്തിട്ട് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പിന്നെ അതികഠിനമായ വളവുകളിൽ പോലും പിന്നെ നല്ല സ്റ്റെബിലിറ്റിയാണ് വണ്ടി കിട്ടാനുള്ളത്. അതെനിക്ക് തോന്നുന്നു കമ്പനിയുടെ പിന്നെ ആൻറ്റി റോൾ ബാർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കംഫോർട്ടായി ഏത് വളവിലും നമുക്ക് അനായാസം വീശിയെടുത്ത് പോകാനാണെങ്കിലും സാധിക്കുന്നുണ്ട്. എത്ര ദൂരം യാത്ര ചെയ്താലും ഈ വണ്ടിയിൽ നമുക്ക് ക്ഷീണം ഇതുവരെ അനുഭവം വന്നിട്ടില്ല. അതിൻ്റെ കാരണം പിന്നെ പാരബോളിക് സസ്പെൻഷൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റു വണ്ടികളിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. എൻ്റെ പേര് അൻസാരി. എനിക്ക് 10-35 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രൈവിങ്ങിൽ. ഞാനാണ് കൊല്ലത്ത് TVS നിന്ന് ഈ വണ്ടി ഡെലിവറി എടുത്തത്. 10-35 വർഷത്തിനിടയ്ക്ക് ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് ഒരു നല്ല കംഫർട്ടബിൾ തോന്നി. നമുക്ക് ഇരിക്കാൻ നല്ല ഒരു സീറ്റാണ്. മുമ്പോട്ടും പുറകോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു സീറ്റാണ്. അതേപോലെ തന്നെ സ്റ്റിയറിങ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ നമ്മുടെ സ്റ്റിയറിങ് ചെയ്യാം, പൊക്കാം, എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അതേപോലെ നല്ല ഡ്രൈവിംഗ് സുഖമുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ ചെറിയ വണ്ടിയെ പോലെ തന്നെ ഗിയറുകളും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ലോഡാണെങ്കിലും കാലിയാണെങ്കിലും ഒരു കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. എല്ലാം കൊണ്ടും യാത്ര സുഖമുള്ളൊരു വണ്ടി. പെറോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു റിവേഴ്സ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. അതും നല്ലൊരു കാര്യമാണ്. വളരെയധികം അഭിപ്രായമുള്ളൊരു വണ്ടിയാണ് അശോക ലൈലൻഡ് ബോസ്. ഞാനും ഈ വാഹനം കൊണ്ടു നടക്കുന്നതിൽ വളരെയധികം ഹാപ്പിയാണ്.